Hello everyone, welcome back to my YouTube channel, My Lifestyle. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു പ്രൊഡക്റ്റീവ് നൈറ്റ് റൂട്ടീനാണ്. എൻ്റെ നൈറ്റ് റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 7 o'clock ആദ്യം തന്നെ നൈറ്റ് ടൈമിൽ 7 to 8 o'clock എന്ന് പറയുന്നത് സ്റ്റഡി ടൈമാണ്. ബട്ട് ഇന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ബിക്കോസ് 7:30 എനിക്ക് ഓൾറെഡി ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു അരമണിക്കൂർ പഠിച്ച് തീരത്തില്ല, അതുപോലെ അത് പകുതിക്കിടേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ സ്റ്റഡി പ്ലാനർ തയ്യാറാക്കിയാണ്. അപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് സ്റ്റഡി പ്ലാനർ എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ഫയൽ പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം ഫയൽ പേപ്പേഴ്സ് വേണമെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുക. എന്നിട്ട് അത് ഹാഫായിട്ട് കട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്ലാക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളർ യൂസ് ചെയ്തിട്ട് പെൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കളർഫുള്ളായിട്ട് ചെയ്യാം. അപ്പം ഞാൻ സിമ്പിൾ ആൻഡ് അതുപോലെ തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു എഫക്റ്റീവ് പ്ലാനറാണ് തയ്യാറാക്കുന്നത്. അതിന് മുകളിൽ തന്നെ സ്റ്റഡി പ്ലാൻ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റഡി സെഷൻ എഴുതിയിട്ട് മോർണിംഗും നൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഈവനിങ് ആഫ്റ്റർനൂൺ അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾ പഠിക്കാറ് സാധാരണ ഏത് സമയത്താണ് പഠിക്കാറുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റഡി സെഷൻസിൽ എല്ലാതും ഇൻക്ലൂഡ് ആക്കുക. അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് സബ്ജക്റ്റ് ആൻഡ് ടൈം കൊടുത്തിട്ടുണ്ട്. ആ ഒരു മോർണിംഗിൽ ഏത് സബ്ജക്റ്റാണ് പഠിക്കുന്നുള്ളതും അതിൻ്റെ ടൈം എത്രയാണെന്നുള്ളത്. കാരണം നമ്മൾ ഡെയിലി 1 മണിക്കൂർ അല്ലല്ലോ പഠിക്കുന്നത്, ചില ടൈമിൽ 2 മണിക്കൂർ അതൊക്കെ പഠിക്കേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സൈഡിലായിട്ട് ടു ഡു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടു ഡു ലിസ്റ്റിൽ ഇന്ന് നമുക്ക് എന്തൊക്കെ സബ്ജക്റ്റാണ് പഠിക്കാനുള്ളതെന്നും അതുപോലെ ഏത് ടൈമിൽ പഠിക്കണം അത് നിങ്ങൾക്ക് എഴുതി വെക്കാം. ജസ്റ്റ് ഒരു ടു ഡു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്റ്റഡി ഗോൾസ്. ഈ ഒരു സ്റ്റഡി ഗോൾസിൽ നമ്മൾ സാധാരണ എഴുതുന്ന പോലെ തന്നെ പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ആ ഒരു ഗോൾസ് എഴുതിയെടുക്കാൻ നോക്കുക. ലാസ്റ്റ് സ്റ്റഡി ട്രാക്കർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ സ്റ്റഡി ട്രാക്കർ ബുള്ളറ്റ് ജേർണലിൽ കൊടുത്തിട്ടുണ്ട്. ഇത് വേറൊരു സ്റ്റഡി ട്രാക്കറാണ്. അതായത് ഞാൻ ജസ്റ്റ് അതിന് സ്റ്റഡി ട്രാക്കർ എന്ന് പേര് കൊടുക്കുന്നുള്ളൂ. അതായത് ടൈം സ്റ്റഡി, നമ്മൾ എത്ര മണിക്കൂർ ആ ഒരു ദിവസം പഠിച്ചതെന്നുള്ളതും അതുപോലെ ഏതൊക്കെ ചാപ്റ്ററാണ് പഠിച്ചതെന്നുള്ളതും ഒന്ന് അവിടെ മാർക്ക് ചെയ്യുക. അതാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. അതായത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും നമ്മൾ ഏതൊക്കെ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതും ഏത് ദിവസത്തിലാണ് കൂടുതൽ പഠിക്കാൻ പറ്റിയിട്ടുള്ളതെന്നൊക്കെ നമുക്കൊന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. അതുപോലെ ടോപ്പിലായിട്ട് ഞാൻ അന്നത്തെ ഡേറ്റും ഡേയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ ഏറ്റവും എഫക്റ്റീവ് ആൻഡ് സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനർ. നിങ്ങൾക്കിത് നോട്ട്ബുക്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഫയൽ പേപ്പർ എടുത്തിട്ട് ചെയ്താൽ മതിയാകും. ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാതാവുമ്പോൾ നമുക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും, അതുപോലെ പ്ലാനിങ് തയ്യാറാക്കാനും ഈസി ആയിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഏതെങ്കിലും ഫ്രീ ടൈമിൽ ചെയ്യാൻ വിചാരിച്ചു. കാരണം 7:30 ആകാനായിട്ടുണ്ടായിരുന്നു, ക്ലാസ് തുടങ്ങാനായി. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ജ്യൂസ് ഉണ്ടാക്കി, ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കി. അതിനുശേഷം നമ്മൾ ക്ലാസ് കേൾക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് എനിക്ക് ഇംഗ്ലീഷ് ക്ലാസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊന്നും കേൾക്കുക. അതുപോലെ തന്നെ ടീച്ചർ ക്ലാസ് എടുക്കുന്ന ടൈമിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാർക്ക് ചെയ്യാൻ പറയുന്നതും അതുപോലെ തന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നതിലൊക്കെ അന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ഓൺലൈൻ ക്ലാസ് വ്ളോഗൊക്കെ മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഒരു 7:30 തൊട്ടിട്ട് 8:50 വരെ, ആ ഒരു 8:30 വരെ, ഏകദേശം ഒരു 8:30 വരെയാണ് ക്ലാസ്. അപ്പോൾ കൃത്യം 1 മണിക്കൂർ സാധാരണ ഉണ്ടാകാറില്ല. അപ്പോൾ ഇന്നൊരു 3/4 മണിക്കൂർ കഴിഞ്ഞ് 1 മണിക്കൂർ കൃത്യമായിട്ട് ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. ഓക്കെ, അതൊക്കെ കഴിഞ്ഞു. ക്ലാസ്സൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. എല്ലാതും ഇമ്പോർട്ടൻറ്റ് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ജ്യൂസൊക്കെ കുടിക്കുക. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൻ്റെ മുമ്പ് തന്നെ ഒരു 1/4 മണിക്കൂർ നിങ്ങൾ എല്ലാ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുത്തു വെക്കുക. അതൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് തീരുന്നവരേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളും വെള്ളം അതുപോലെ ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി സ്പെഷ്യലി നല്ല ഫോക്കസ്ഡോടെ ക്ലാസ്സിലേക്ക് ഇരിക്കാൻ നോക്കുക. ക്ലാസ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്റ്റഡി ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അതൊക്കെ എല്ലാം ഒതുക്കി വെക്കുക. അപ്പോൾ ഓൾറെഡി ക്ലീൻഡ് ആണ്. അതൊക്കെ കഴിഞ്ഞ് TV നോക്കിക്കൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ്. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ഞാൻ TV നോക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പ്രയറിങ് ആണ്. ഓക്കെ, പ്രയറിങ് കഴിഞ്ഞിട്ട് സ്കിൻ കെയർ ആണ്. അപ്പോൾ എൻ്റെ സ്കിൻ കെയർ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്പെഷ്യലി ഒന്നുമില്ല, CTM റൂട്ടീനാണ്, വേറൊന്നും ചെയ്യാറില്ല. അതുപോലെ പിമ്പിൾസ് ഉള്ള സ്ഥലത്ത് ഒരു ഓയിൽമെൻറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഡോക്ടറിൻ്റെ സജഷനോടെ. അപ്പോൾ അത് ഇതാക്കും.
നടക്കും, വേറെ ഒന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്ലാനിങ് ആണ്. ഞാൻ ഡെയിലി രാവിലെയാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ടൈം ബ്ലോക്കിങ്ങും ടു ഡു ലിസ്റ്റും ഡെയിലി ആ ഒരു ദിവസം പ്ലാൻ ചെയ്യും. അതുപോലെ എല്ലാ ട്രാക്കറും, അതായത് സ്ലീപ്പ് ട്രാക്കർ, സ്റ്റഡി ട്രാക്കർ, ഫോൺ യൂസേജ്, യൂട്യൂബ് ട്രാക്കർ, ഹാബിറ്റ് ട്രാക്കർ, മൂഡ് ട്രാക്കർ, അങ്ങനത്തെ എല്ലാതും രാത്രി തന്നെ ചെയ്യും. ഓക്കെ, ഇതൊക്കെയാണ് എൻ്റെ ഒരു ഡേ. നെക്സ്റ്റ് എന്ന് പറയുന്നത് വെള്ളമൊക്കെ കൊണ്ടുവയ്ക്കാം, രാവിലത്തേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തേക്കാം, എന്നിട്ട് ബുക്ക് വായിക്കാനിരിക്കുകയാണ്. കാരണം എനിക്ക് പെട്ടെന്നൊന്നും ഉറക്കം കിട്ടത്തില്ല, അതുകൊണ്ട് തന്നെ 0 ലൈറ്റ് ഇട്ടിട്ട് ഞാൻ കുറച്ച് സമയം ബുക്ക് വായിക്കും. എനിക്ക് ഉറക്കം കിട്ടുന്നവരെ സാധാരണ തന്നാലെ തന്നെ ഉറങ്ങും. ഇതൊക്കെയാണ് എൻ്റെ ഒരു നൈറ്റ് റൂട്ടീൻ. വീഡിയോ ഇഷ്ടമാവും വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.